എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വർഷം പഠിക്കുന്ന ആദ്യത്തെ യൂണിറ്റ് ഓണ്ടർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ എന്നതാണ്. ഈ യൂണിറ്റിൽ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നും ഈ ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെ നല്ല ആശയങ്ങളാക്കി മാറ്റാമെന്നുമാണ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, സെൻസിംഗ് ഓഫ് ഓണ്ടർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി അഥവാ സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. രണ്ട്, എൻവയോൺമെന്റ് സ്കാനിംഗ് അഥവാ പരിസ്ഥിതി സൂക്ഷ്മ വിശകലനം. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഈ കോവിഡ്-19 കാലത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടക്കുകയുണ്ടായി. ഈ സർവേയുടെ ഫലം ഡെക്കാൻ ക്രോണിക്കൽ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. ആ പത്രവാർത്തയുടെ ഹെഡ് ഇപ്രകാരമാണ്: ഓട്ടോ സർവേ സീസ് എ കോസി ഫ്യൂച്ചർ, യു, കൊറോണ ആൻഡ് യുവർ ഓൺ കാർ. ഈ സർവേ ഇപ്രകാരം പറയുന്നു: കൊറോണ കാലത്ത് കാർ വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അത് പുതിയ കാറാകട്ടെ സെക്കൻഡ് ഹാൻഡ് കാറാകട്ടെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പൊതുഗതാഗതത്തെക്കാൾ ഏറ്റവും സുരക്ഷിതം സ്വകാര്യമായ യാത്രകളാണ്. സോഷ്യൽ ഡിസ്റ്റൻസിംഗിന് ഏറ്റവും നല്ലത് സ്വകാര്യ യാത്രകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊറോണ കാലവും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഉറവിടമാണ്. നമ്മൾ ഇന്ന് പ്രധാനമായി 10 സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്? ഒന്നാമത്തെ സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി, നോയിങ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമർ നീഡ്സ്. ഉപഭോക്താവ് ആകുവാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറിച്ചുള്ള അറിവ്. നമുക്ക് ഏവർക്കും അറിയാം, ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഉപഭോക്താവിന് ഏറ്റവും താല്പര്യം വളരെ സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷനും ചിലവ് കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷനുമാണ്. അപ്പോൾ ഏത് സേവനദാതാക്കളാണോ നല്ല സേവനം നൽകുവാൻ താല്പര്യപ്പെടുന്നത് അവരുടെ ഉൽപ്പന്നങ്ങളെ വാങ്ങുവാൻ കസ്റ്റമേഴ്സിന് താല്പര്യം കാണും. അതുകൊണ്ട് തന്നെ മൊബൈൽ സേവനദാതാക്കൾ നല്ല സ്കീമുമായി നല്ല പ്ലാനുമായി ഉപഭോക്താക്കളെ സമീപിക്കുന്നു. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ കസ്റ്റമറിന്റെ നീഡിനെ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളത് നല്ല ഒരു അവസരമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, എമർജിംഗ് ട്രെൻഡ്സ്. വാച്ചിങ് എമർജിംഗ് ട്രെൻഡ്സ്. പ്രവണതകളെ കാണുക അല്ലെങ്കിൽ പ്രവണതകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രെൻഡുകളുടെ കാലമാണ്. പല തരത്തിലുള്ള ട്രെൻഡുകളുണ്ട്. സാമൂഹിക രംഗത്തും സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഒത്തിരി ട്രെൻഡുകളുണ്ട്. ഈ ട്രെൻഡുകളെ ശരിയായ സമയത്ത് ശരിയായ തരത്തിൽ മനസ്സിലാക്കിയാൽ അതൊരു നല്ല അവസരമായി സംരംഭകന് മാറ്റുവാനായിട്ട് സാധിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇന്നോവേഷൻ, സംതിങ് ന്യൂ. എന്താണ് ഇന്നോവേഷൻ? Innovation means finding something new. That new may be new method of production, new method of distribution or new products. പുതുമ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, TV ഇൻഡസ്ട്രിയിൽ ആദ്യമായി പുറത്തിറക്കിയ TV ഏതാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനാണ്. അതിൽ നിന്ന് കളർ ടെലിവിഷനിലേക്കുള്ള പരിണാമം, അതിൽ നിന്ന് LCD ടെലിവിഷനിലേക്കുള്ള പരിണാമം, അതിൽ നിന്ന് LED ടെലിവിഷനിലേക്കുള്ള പരിണാമം, അതിൽ നിന്ന് സ്മാർട്ട് TV 3D TVയിലേക്കുള്ള പരിണാമം. ഇതൊക്കെ TV രംഗത്തെ ഇന്നോവേഷൻസ് ആണ്. ഇത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ തരത്തിൽ ഉപയോഗിക്കുവാനായിട്ട് സംരംഭകന് സാധിക്കണം. അടുത്ത പോയിന്റ്, സക്സസ്ഫുൾ സ്റ്റോറീസ് ഓഫ് നോൺ ഓണ്ടർപ്രണേഴ്സ്. ആദ്യത്തെ വർഷം നമ്മൾ കൊച്ചൗസേപ്പ് ചിത്തലപ്പള്ളിയുടെയും അസീം പ്രേംജിയുടെയും വിജയഗാഥകൾ നമ്മൾ പഠിച്ചു. ഈ വിജയഗാഥകൾ ഒരു സംരംഭകന് മികച്ച പ്രചോദനമാണ്. ഈ വിജയഗാഥകളെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നല്ല അവസരങ്ങളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നു.
അടുത്ത പോയിന്റ് ഗവൺമെന്റ് പ്രൊമോഷണൽ സ്കീംസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പലവിധമായ പ്രൊമോഷണൽ സ്കീംസുകളും ഒരു സംരംഭകന് വേണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ സ്കീംസുകളെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് നല്ല ഒരു ബിസിനസ് അവസരം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതാത് കാലഘട്ടങ്ങളിൽ പലവിധമായ പ്രൊമോഷണൽ സ്കീംസുകൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഒരു നല്ലൊരു സംരംഭം തുടങ്ങുവാനുള്ള ഒരു അവസരമാക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത പോയിന്റ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് അറ്റ് എ ചീപ്പർ റേറ്റ്. അസംസ്കൃത പദാർത്ഥങ്ങൾ വളരെ വിലക്കുറവിൽ ലഭ്യമാകുക. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വളരെ സുപരിചിതമായ ഒരു കാർഷിക വിഭവമാണ് ചക്ക. ഈ ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങളെ ഉണ്ടാക്കി വിപണനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇങ്ങനെ വില കുറഞ്ഞ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസിനെ ഉപയോഗിച്ചുകൊണ്ട് മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സാധിക്കുക എന്നുള്ളതാണ് ഒരു സംരംഭത്തിന്റെ അവസരങ്ങളാക്കി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത പോയിന്റ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് അവസരങ്ങളാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ആദ്യമായി ചെറുകാറുകൾ വിപണിയിൽ ഇറക്കിയത് മാരുതിയാണ്. മാരുതി 800 in 1983. മാരുതിക്ക് ശേഷം അനവധി കാർ കമ്പനി ചെറിയ കാറുകളുമായി വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ മികച്ച അവസരങ്ങളാക്കി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. എപ്പോഴും അനുഭവങ്ങൾ നമുക്ക് പാഠങ്ങളാണ്. നല്ല അനുഭവങ്ങൾ നല്ല ഒരു സംരംഭത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു ഓൺട്രപ്രണറിന് ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളെ നല്ല സംരംഭങ്ങളാക്കി വളർത്തിയെടുക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് സോഴ്സസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയി നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നത്. അടുത്ത പോയിന്റ് ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻസ് ആണ്. രാജ്യാന്തര തലത്തിലും രാജ്യത്തിനുള്ളിലും പല വിധത്തിലുള്ള ട്രേഡ് ഫെയറുകളും എക്സിബിഷനുകളും നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വളരെ നൂതനമായ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനും ഈ നൂതന ആശയങ്ങളെ നല്ല ഉൽപ്പന്നങ്ങളാക്കി മാറ്റി നല്ല സംരംഭങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ട്രേഡ് ഫെയറിനും എക്സിബിഷൻ എന്നുള്ള പോയിന്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് ബിസിനസ് ആൻഡ് ട്രേഡ് മാഗസിൻസ്. നമ്മുടെ നാട്ടിൽ നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും പലവിധമായ മാഗസിൻസ് ലഭ്യമാണ്. ബിസിനസ് ടുഡേ, ബിസിനസ് ഔട്ട്ലുക്ക്, കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ധനം, ഇത്തരത്തിൽ ഉള്ള മാഗസിൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശയങ്ങളെ നല്ല അവസരമാക്കി നമുക്ക് രൂപീകരിക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രധാനമായി 10 സോഴ്സസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ സോഴ്സസ് നോയിങ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമർ നീഡ്സ്. രണ്ടാമത്തെ പോയിന്റ് വാച്ചിങ് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ദ മാർക്കറ്റ്. മൂന്നാമത്തെ പോയിന്റ് ഇന്നോവേഷൻ. നാലാമത്തെ പോയിന്റ് സക്സസ് സ്റ്റോറീസ് ഓഫ് നോൺ ഓൺട്രപ്രണേഴ്സ്. അടുത്ത പോയിന്റ് സ്റ്റഡിയിങ് ഗവൺമെന്റ് പ്രൊമോഷണൽ സ്കീംസ്. നെക്സ്റ്റ് പോയിന്റ് അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് അറ്റ് എ ചീപ്പർ റേറ്റ്. അടുത്ത പോയിന്റ് ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ്. അടുത്ത പോയിന്റ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ ഓൺട്രപ്രണേഴ്സ്. അടുത്ത പോയിന്റ് പ്രൊഫഷണൽ മാഗസിൻസ്. ലാസ്റ്റ് പോയിന്റ് ട്രേഡ് ഫെയർസ് ആൻഡ് എക്സിബിഷൻസ്. നിങ്ങൾക്ക് ഏവർക്കും സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത പോർഷനിലോട്ട് കടക്കുകയാണ്. അടുത്ത ഏരിയ എൻവയോൺമെന്റ് സ്കാനിംഗ്. എന്താണ് എൻവയോൺമെന്റ് സ്കാനിംഗ്? എന്താണ് പരിസ്ഥിതി? ബിസിനസിന്റെ ചുറ്റുപാടുകളാണ് ബിസിനസിന്റെ പരിസ്ഥിതി. ബിസിനസിന്റെ ചുറ്റുപാടുകൾ ബിസിനസിനെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിച്ചേക്കാം. അങ്ങനെ ബിസിനസിന്റെ ചുറ്റുപാടുകൾ ബിസിനസിനെ പ്രതികൂലമായോ അനുകൂലമായോ ബാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻവയോൺമെന്റ് സ്കാനിംഗ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, കൊറോണ കാലം ഭൂരിഭാഗവും ബിസിനസ്സുകൾക്ക് പ്രതികൂലമായ കാലഘട്ടമാണ്. എന്നാൽ അപൂർവം ചില ബിസിനസ്സുകൾക്ക്
അനുകൂലമായ കാലവും ഏതാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാൻ സാധിച്ച ഒരു കാലവുമാണ് കൊറോണ കാലം. അപ്പോൾ ബിസിനസിന്റെ പരിതസ്ഥിതികൾ ബിസിനസിനെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ബാധിച്ചേക്കാം. ഇന്ന് നമ്മൾ എൻവയോൺമെന്റൽ സ്കാനിംഗിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, മീനിങ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിംഗ്. 2, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് സ്കാനിംഗ്. 3, പ്രോസസ് ഓഫ് എൻവയോൺമെന്റ് സ്കാനിംഗ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് മീനിങ് ഓഫ് എൻവയോൺമെന്റ് സ്കാനിംഗ്. എൻവയോൺമെന്റ് സ്കാനിംഗ് ഈസ് a careful monitoring of organizations' internal and external environment for detecting early signs of opportunities and threats that may influence its current and future plan. ബിസിനസിന്റെ ആന്തരികവും ബാഹ്യവുമായ പരിസ്ഥിതിയെ വിശകലനം ചെയ്ത് ബിസിനസിന്റെ ഭാവി പ്രവർത്തന പദ്ധതികളെ ബാധിക്കുന്ന അവസരങ്ങളെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും മനസ്സിലാക്കുക എന്നുള്ളതാണ് ബിസിനസ് എൻവയോൺമെന്റൽ സ്കാനിങ്ങിന്റെ അർത്ഥം. രണ്ടാമതായി നമ്മൾ പഠിക്കുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് സ്കാനിങ്. ഒന്നാമത്തെ നീഡ് ആണ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ച്വൽ ഹാപ്പനിങ് ഇൻ ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് സ്കാനിങ്ങിലൂടെ പരിസ്ഥിതിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഈ അറിവുകൾ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ബിസിനസിന്റെ വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് പ്രസന്റ് ആയി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഈ അറിവ് ലഭ്യമാകുവാൻ എൻവയോൺമെന്റൽ സ്കാനിംഗ് മൂലം നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ പോയിന്റ്, ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത്സ്, വീക്ക്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ഓഫ് എ ബിസിനസ് ഐഡിയ. നമുക്ക് ഏവർക്കും ഒരു ബിസിനസ് ആശയമുണ്ട്. ഈ ആശയത്തിന്റെ ശക്തി, ദൗർബല്യങ്ങളെ മനസ്സിലാക്കുവാനും അതിന്റെ അവസരങ്ങളെക്കുറിച്ചും അതിന്റെ ഭീഷണികളെക്കുറിച്ചും നമുക്ക് ശരിയായ അവബോധം നൽകുവാനും നല്ല ഒരു എൻവയോൺമെന്റൽ സ്കാനിംഗ് നമുക്ക് പ്രയോജനപ്പെടുത്താം. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ആക്ട് ആസ് എ ടൂൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഒരു ബിസിനസ്സിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നല്ല തീരുമാനങ്ങളെ എടുക്കുവാൻ സംരംഭകന് സാധിക്കുക, ഭാവിയെ നല്ല രീതിയിൽ പ്രവചിക്കുവാനായിട്ട് ഒരു സംരംഭകന് സാധിക്കുക. ഈ 2 കാര്യങ്ങളിലൂടെ ബിസിനസ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. ഒരു നല്ല എൻവയോൺമെന്റൽ സ്കാനിങ്ങിലൂടെ നല്ല ഫോർകാസ്റ്റിംഗും നല്ല ഡിസിഷൻ മേക്കിങ്ങും സാധ്യമാകുന്നു. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ആൻ എന്റർപ്രണേഴ്സ് ടു ആക്ട് ക്വിക്ലി. ഒരു ബിസിനസിന്റെ അതിപ്രധാനമായ ഘടകമാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കുക. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഈ ചുറ്റുപാടുകളെ ശരിയായ സമയത്ത് മനസ്സിലാക്കി ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്തെടുക്കുക എന്നുള്ളതാണ് ബിസിനസിന്റെ വിജയത്തിന്റെ അതിപ്രധാനമായ ഘടകം. ഒരു നല്ല എൻവയോൺമെന്റ് സ്കാനിങ്ങിലൂടെ നമുക്ക് നല്ല തീരുമാനങ്ങളെ വളരെ പെട്ടെന്ന് എടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ 4 ഇമ്പോർട്ടൻസ് ആണ് എൻവയോൺമെന്റ് സ്കാനിങ്ങിനും ഉള്ളത്. ഇനി വാട്ട് ആർ ദ പ്രോസസ് ഓഫ് എൻവയോൺമെന്റ് സ്കാനിങ്? എൻവയോൺമെന്റ് സ്കാനിങ് എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. പ്രധാനമായി 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ പ്രക്രിയ. ഒന്നാമത്തെ ഘട്ടം സ്പോട്ടിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ മുമ്പിൽ അനവധി അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്പോട്ടിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന ഘട്ടം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ശരിയായ അവസരങ്ങളെ തിരിച്ചറിയുന്നതിന്
നമുക്ക് ഈ സ്പോട്ടിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി സഹായിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം സ്കാനിങ് ഓഫ് എൻവയോൺമെന്റ്. നാം സ്പോട്ട് ചെയ്ത അവസരങ്ങളെ സ്കാൻ ചെയ്ത് നമ്മുടെ അനുകൂലമാണോ, നമുക്ക് പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കി തരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലൂടെ. മൂന്നാമത്തെ ഘട്ടം ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പ്രോജക്റ്റ്. നല്ല സ്കാനിങ്ങിലൂടെ നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളിൽ ഏതാണ് നമുക്ക് പറ്റിയ അവസരങ്ങളെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നു മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം സ്റ്റാർട്ടിംഗ് എ ബിസിനസ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു പ്രോജക്റ്റ് ഒരു ശരിയായ തരത്തിൽ ഒരു ബിസിനസിന്റെ രൂപത്തിലോട്ട് മാറ്റുക, അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. 4 ഘട്ടങ്ങളിലൂടെയാണ് എൻവയോൺമെന്റ് സ്കാനിങ് കടന്നുപോയത്. ഒന്നാമത്തെ ഘട്ടം സ്പോട്ടിംഗ് ഓഫ് ഓപ്പർച്യൂണിറ്റി, രണ്ടാമത്തെ ഘട്ടം എൻവയോൺമെന്റൽ സ്കാനിങ്, മൂന്നാമത്തെ ഘട്ടം ഐഡന്റിഫിക്കേഷൻ ഓഫ് എ പ്രോജക്ട്, നാലാമത്തെ ഘട്ടം സ്റ്റാർട്ടിംഗ് എ ബിസിനസ്. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പ്രധാനമായി മേജറായി 2 ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്തത്. ഒന്ന് സോഴ്സസ് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. 10 സോഴ്സസ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റൽ സ്കാനിങ്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മീനിങ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ് ആൻഡ് പ്രോസസ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ്. നിങ്ങൾക്ക് ഏവർക്കും ഈ 2 പോർഷൻ മനസ്സിലായി എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് റെഫർ ചെയ്യുക, എല്ലാം നല്ല രീതിയിൽ പഠിച്ച് ഈ കൊറോണ കാലം നിങ്ങളുടെ വീട്ടിൽ നല്ല പഠന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് തിരിച്ചു വരുന്നിടം വരെ നിങ്ങൾ പഠനത്തിൽ വ്യാപൃതരാകുക. എല്ലാവർക്കും നല്ല നന്മകൾ നേരുന്നു. നന്ദി.